ഇതൊരു ടെസ്റ്റിംഗ് ആയിട്ട് ഇന്ത്യ ഉപയോഗിച്ചു എന്ന് പറയണം. ഇതൊരു ടെസ്റ്റിംഗ് ആയിട്ട് ഇന്ത്യ മാത്രമല്ല ഉപയോഗിച്ചത്. ഇന്ത്യയുടെ ആയുധങ്ങളുടെ ടെസ്റ്റിംഗ് ആയിരുന്നു ഇത്, റഷ്യൻ ആയുധങ്ങളുടെ ടെസ്റ്റിംഗ് ആയിരുന്നു ഇത്, ചൈനീസ് ആയുധങ്ങളുടെ ടെസ്റ്റിംഗ് ആയിരുന്നു ഇത്, അമേരിക്കൻ ആയുധങ്ങളുടെ ടെസ്റ്റിംഗ് ആയിരുന്നു. ഒരു രാജ്യം മാത്രമല്ല ഇതിനെ ഒരു ടെസ്റ്റിംഗ് ആയിട്ട് ഉപയോഗിച്ചത്. മാത്രമല്ല അതിനൊപ്പം ഈ ആണവമാണോ എന്ന് പറയുന്നത് വല്ല കാര്യം ഉണ്ടോ എന്നും കൂടെ ഉള്ള ടെസ്റ്റിംഗ് കൂടെ അതിന്റെ കൂടെ അല്ല, പക്ഷെ വേറെ കാര്യമുണ്ട്. ഇനി പാകിസ്ഥാൻ ഒരു ആണവ ശക്തിയല്ല. ഉണ്ടായിരുന്ന ന്യൂക്ലിയർ ഫ്യൂവൽ മെൽറ്റായി ആ ഫെസിലിറ്റി മണ്ണിട്ട് മൂടാൻ ഇനി പറ്റും. കാരണം തുറക്കാൻ പറ്റില്ല. തുറന്നു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് റേഡിയേഷൻ പുറത്തേക്ക് വരും, ലീക്ക് ആവും. അതിന്റെ അകത്ത് ഏകദേശം 170 പേരെങ്ങാണ്ട് ജീവനോട് അതിന്റെ അകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിപ്പുണ്ടായിരുന്നു ഈ സംഭവം നടക്കുന്ന സമയത്ത്. അവർ ഓൾറെഡി മെൽറ്റായി. ഇന്ന് കൂടി 4.8 മാഗ്നിറ്റ്യൂഡിൽ പാകിസ്ഥാനിൽ ഒരു ഭൂമികുലുക്കം നടന്നിട്ടുണ്ട്. പാകിസ്ഥാനിൽ മാത്രമേ ഭൂമികുലുക്കം നടക്കുന്നുള്ളൂ. 4.8, 4.7, 5.3 എന്ന് പറഞ്ഞിട്ട് ഈ ഒരു റേഞ്ചിൽ ഭൂമികുലുക്കങ്ങൾ അവിടെ മാത്രം നടക്കുന്നുണ്ട്. ടെക്ടോണിക് പ്ലേറ്റ്സിന് അനക്കമില്ല. ബാക്കി അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് സാധാരണ എവിടെയെങ്കിലും ഭൂമികുലുക്കം നടന്നു കഴിഞ്ഞാൽ കടലിൽ അതിന്റെ ഒരു ഇത് വരും. അവിടെ ഇല്ല. എങ്ങും വേറെ എങ്ങൊന്നും ഒരു ഇതുമില്ല. അവിടെ ഭൂമികുലുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജാക്കോബാബാദിൽ മിച്ചം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആണവ ഏജൻസികൾ പിടിച്ചോണ്ട് പോകും. കാരണം ഇറ്റ്സ് അൺസേഫ്. പൊട്ടൻഷ്യലി ഒരു കോൺഫ്ലിക്ട് നടക്കുന്ന രാജ്യമാണ് ഇറ്റ്സ് അൺസേഫ്. ഒന്നുകിൽ നീ അതെടുത്ത് പ്രയോഗിക്കും, അല്ലെങ്കിൽ ഇന്ത്യ ഇനി ഒരു ആക്രമണം കൂടെ നടത്തി കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് പൊട്ടും. എങ്ങനെയാണെങ്കിലും ലോകത്തിന് കഷ്ടം. അമേരിക്ക എടുത്തോണ്ട് പോകും. അമേരിക്കനെ എടുത്തോണ്ട് പോകാൻ ഒരു കാരണം നോക്കിയിരിക്കുകയാണ്. ഇസ്രായേൽ കുറെ നാളായിട്ട് ചുരണ്ടുന്നു, നമുക്ക് ഇത് അടിച്ചു പൊട്ടിക്കാൻ ചേട്ടാ, ബാ നിങ്ങൾ എനിക്ക് ഇച്ചിരി പെട്രോൾ തന്നുവെച്ചാൽ മാത്രം മതി, ഞങ്ങൾ ചെയ്തോളാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ പുറകെ നടക്കാൻ തുടങ്ങി 70 കിലോമീറ്ററാണ്. അന്ന് മുതൽ ഇത് തല്ലിപ്പൊട്ടിക്കാനായിട്ട് ഇസ്രായേൽ നടക്കുകയാണ്.